സന്നിധാനത്ത് നിന്നും സ്വർണ്ണപ്പാളി കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്ത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ചുള്ള ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരും ഒപ്പം ചിത്രത്തിലുണ്ട്. ശബരിമലയിൽ പോലീസ് വാഹനത്തിനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനില നിന്നു. ഓഫ് റോഡ് ഗൂർഖ ജീപ്പാണ് പോറ്റി നൽകിയത്. താക്കോൽ കൈമാറിയ ദിവസം പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയതിൻ്റെ ചിത്രങ്ങളാണിത്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി അത്ര ചെറിയ പുള്ളി അല്ലല്ലോ. മുഖ്യമന്ത്രി, DGP ഇവർക്കൊപ്പം ഒക്കെയുള്ള ചിത്രങ്ങൾ പുറത്തു വരികയാണ്. അദ്ദേഹം വർഷങ്ങളായി ശബരിമലയിൽ ഇടനില നിന്ന പ്രധാനപ്പെട്ട ആളാണ്. നടൻ ജയറാം അടക്കമുള്ള ആളുകളുടെ വീട്ടിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി പൂജ നടത്തി. ഉന്നതങ്ങളിൽ ബന്ധമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പറ്റിപ്പ് നടത്തിയത് ഇപ്പോൾ മാത്രമാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. വിനോദ്, നമുക്ക് നിസ്സംശയം പറയാം, ഉന്നതങ്ങളിൽ ബന്ധമുള്ള ഉപജാപകനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത്. കാരണം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരമുള്ള അവതാരങ്ങളെ പറ്റിയുള്ള നിരവധി വാർത്തകൾ എക്കാലത്തും പുറത്തു വന്നതാണ്. അവർക്കെതിരെ ചില സമയത്ത് കോടതികൾ പോലും ചിലർ ശബരിമലയിൽ സ്ഥിരം തങ്ങുന്നതിനടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാണ്. എന്തായാലും ഈ ശബരിമല മൊത്തത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർക്കാർ കരാർ കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ പുറത്തു വരുന്ന ഓരോ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ കണ്ടാൽ ഇതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P. ശശി, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി എന്നിവരോടൊക്കെ വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നുണ്ട്. ഇത് ചടങ്ങെന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ളൊരു ഓഫ് റോഡ് ഗൂർഖ ജീപ്പ്, അത് പോറ്റിയാണ് നൽകുന്നത്. അതിൻ്റെ താക്കോൽ കൈമാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരോട് വളരെ അടുത്ത് ഇടപഴകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ BJP അടക്കമുള്ളവർ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് CPM സർക്കാർ ബന്ധമുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ചിത്രങ്ങൾ എന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V. മുരളീധരൻ ഇപ്പോൾ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയോട് ചെവിയിൽ സ്വകാര്യം പറയാൻ പോലും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതായിരുന്നു BJP ആരോപിച്ചിരുന്നത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയോടും ഒപ്പം മുഖ്യമന്ത്രിയോടും ഒക്കെ അടുത്തിടപഴകാൻ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി BJP നേതാവ് V. മുരളീധരൻ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തീവെപ്പ് കേസിലെ പ്രതിയാണ്. ആ കേസിൽ അബ്സ്കോണ്ടിംഗ് ആണ്, മുങ്ങി നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരമൊരു കേസിൽ പ്രതിയായ ആളാണ് മുഖ്യമന്ത്രിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടുമൊക്കെ ഇത്ര അടുത്ത് ഇടപെടുന്നത് എന്നൊരു വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ അങ്ങനെ ഒരാൾക്കാണോ ശബരിമലയിലെ സ്വർണം കൊടുത്തു വിടുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അങ്ങനെ ആകെക്കൂടി കുഴഞ്ഞു മറിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്ന ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. കാരണം അത് ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന പോലീസ് ആസ്ഥാനത്തുമൊക്കെ എത്തിപ്പെടാനും അവിടെയൊക്കെ ബന്ധങ്ങളുള്ള, അത്രയധികം സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരാൾ കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതും ഈ ചിത്രങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർമാർ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്തുണ നൽകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ ചിത്രത്തിൽ ഇപ്പോൾ വ്യക്തമായി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല. ആൾ അത്യാവശ്യമെന്ന് പറയേണ്ട നല്ല രീതിയിൽ സ്വാധീനമുള്ള, സംസ്ഥാന പോലീസിലും സംസ്ഥാന സർക്കാരിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാൾ കൂടിയാണ് എന്നുള്ളതും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ തെളിയിക്കുന്നുണ്ട്. വിനോദ്, ഇനിയിപ്പോൾ കൂടുതൽ വാർത്തകൾ കൂടി പുറത്തു വരേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ നടൻ ജയറാമിൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പൂജിച്ചതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. അപ്പോൾ അങ്ങനെ ഉന്നത തലങ്ങളിൽ ഉള്ള വ്യക്തികളുമായി ബന്ധമുള്ള ഇദ്ദേഹം മുഖ്യമന്ത്രിയുമായി കുശലം പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, കൃത്യമായി DGP, മുഖ്യമന്ത്രി ഇവർക്കൊപ്പം ഒക്കെ നിന്ന് ചിത്രമെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, നടൻ ജയറാമിൻ്റെ വീട്ടിൽ സന്നിധാനത്തെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി പൂജിക്കാൻ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, എന്തെല്ലാം കഥകളാണ് ഇനി പുറത്തു വരാനുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മറുവഴിക്ക് നടത്തുന്നുണ്ടല്ലോ. പ്രജിത്ത് മോഹൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ കൈകഴുകി പോകാൻ കഴിയില്ല വിനോദ്. കാരണം ഇനി ആരാണ് എന്താണെന്ന് പറഞ്ഞാലും ശരി, എത്ര സ്വാധീനമുള്ള ആളാണെന്ന് പറഞ്ഞാലും ശരി, ശബരിമല എന്ന് പറയുന്ന ആ ആരാധനാ കേന്ദ്രത്തെ ഹൈക്കോടതി അടക്കം വളരെ ഗൗരവത്തോടെ നിരീക്ഷിക്കുകയും പലപ്പോഴും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. കർശന നിരീക്ഷണമുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾ ഇത്രയധികം ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയധികം സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ അത് ഇടപെടലുകൾ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു.
അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ക്രിമിനൽ കേസുകൾ അടക്കമുണ്ടെന്നുള്ള ഗുരുതര ആരോപണം ഉയർന്നിട്ട് കൂടി ആ സ്വർണം അത്തരം ഒരാളിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ള ചോദ്യത്തിന് അവിടെ ദേവസ്വം ബോർഡിന് മറുപടിയില്ല. രണ്ട്, ദേവസ്വം മാനുവലിൽ ശബരിമലയിലെ മാനുവലിന് വിരുദ്ധമായി ശബരിമല പൂങ്കാവനത്തിന് പുറത്തേക്കോ അല്ലെങ്കിൽ സന്നിധാനത്ത് വെച്ച് തന്നെ മാത്രമായിരിക്കണം ഇത്തരം അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. എന്നിരിക്കെ ഈ സ്വർണം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തു കൊണ്ടുപോകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടു എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരമില്ല. അതിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകേണ്ടി വരും. അതോടൊപ്പമാണ് ശബരിമലയിൽ 1999 വിജയമല്യ സമർപ്പിച്ച അന്ന് ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞിരുന്ന ഈ ചെമ്പുപാളികൾക്ക് മുകളിൽ സ്വർണ്ണപ്പാളികൾ അത് അടിച്ചു പതിപ്പിച്ചതായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ചെയ്ത സ്വർണ്ണപ്പാളികൾ അത് ഇളക്കി മാറ്റിയ ശേഷമാണ് ഈ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ആ സ്വർണം എവിടെ? അതിൻ്റെ കണക്കുകൾ പോലും ദേവസ്വം ബോർഡിന് കൃത്യമായി കോടതിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ പോലും കൃത്യമായ സ്ട്രോങ് റൂം വിവരങ്ങൾ പോലും നൽകാൻ കഴിയാതെ ദേവസ്വം ബോർഡ് വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ഇടപെടലുകൾ കൊണ്ട് നടന്നതാണ് എന്നുള്ളത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും ശരി, അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെങ്കിലും പറയുന്നത് എന്നുള്ളൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. ഇനി അടുത്തത് ദേവസ്വം ബോർഡ് പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളിയോ ചെമ്പുപാളിയോ ആയിരിക്കട്ടെ, അത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഉണ്ടായിരുന്ന അതേ വസ്തു തന്നെയാണോ തിരിച്ചെത്തിയത്, അതോ അതിനിടയിൽ ഇതിൽ മാറ്റം വരുത്തി ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് പുതിയതായി നിർമ്മിച്ച ചെമ്പുപാളികളാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനൊക്കെ ഉത്തരം പറയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അങ്ങനെ കൈകഴുകി പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് BJP അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ടത് ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടമായിട്ടുണ്ടോ, ആ സ്വർണം നഷ്ടമാകാൻ ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണകൾ കൂട്ടുകെട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണല്ലോ. ഈ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാണ്. മുഖ്യമന്ത്രി, DGP എന്നിവർക്കൊപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമിൻ്റെ അടക്കമുള്ള പ്രമുഖരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നതങ്ങളിൽ ബന്ധമുള്ള വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളുമാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.